ഹലോ ഓൾ, അപ്പോൾ വെൽക്കം ടു വാൻഡറിങ് ടെക്കി. അപ്പോൾ കഴിഞ്ഞ വ്ലോഗിൽ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും നമ്മൾ സാമ്പ്രാണിക്കുടിയിൽ പോയതും നിതിൻ ചേട്ടൻ്റെ വീട്ടിൽ സ്റ്റേ ചെയ്തതും ഒക്കെ. അപ്പോൾ ആ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്, അതായത് സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ രാവിലെ തന്നെ നമ്മളെല്ലാവരും റെഡി ആയിട്ട് താഴെ ഫുഡ് കഴിക്കാൻ പോവാണ്. എന്നിട്ട് ഇതൊരു 3 days ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഡേ നമ്മൾ നിതിൻ ചേട്ടൻ്റെ വീട്ടിൽ സ്റ്റേ ചെയ്തു, എന്നിട്ട് സാമ്പ്രാണിക്കുടിയിലൊക്കെ പോയി. ആൻഡ് സെക്കൻഡ് ഡേ നമ്മളെല്ലാവരും കൂടെ വർക്കലയിലാണ് പോകുന്നത്. വർക്കലയിൽ നമ്മൾ ഓൾറെഡി അവിടെ ഒരു സ്റ്റേ എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് പിന്നെ ഇവിടെ ഒരു ബീച്ചുണ്ട്, ആ ബീച്ചിലൊക്കെ പോയിട്ട് നെക്സ്റ്റ് നമ്മൾ വർക്കലയിലേക്ക് ഡയറക്റ്റ് പോകും. റെഡി ആകുന്നതിൻ്റെ ഇടയ്ക്ക് കണ്ണെഴുതിക്കൊണ്ടിരുന്നപ്പോൾ വെറുതെ എല്ലാവരും ചോദിച്ചു കണ്ണെഴുതട്ടേന്ന്. അപ്പോൾ ഒരു മടിയില്ലാതെ ആദർശേട്ടൻ പറഞ്ഞു എങ്കിൽ എൻ്റെ കണ്ണെഴുതി തന്നോളൂന്ന്. പക്ഷെ ആദർശൻ്റെ കണ്ണ് ഓൾറെഡി കണ്ണെഴുതിയ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് കാജലിൻ്റെ ആവശ്യമില്ല, കാജൽ എഴുതിയിട്ടും അത്ര അറിയുന്നത് തന്നെ ഉണ്ടായിരുന്നില്ല. സോ പിള്ളേരെന്തെങ്കിലും ആഗ്രഹം പറയുമ്പോൾ അത് സാധിച്ചു കൊടുക്കണമല്ലോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ വർക്കലയ്ക്ക് പോയി. വർക്കല ബീച്ചിൽ നിന്ന് വാക്കബിൾ ഡിസ്റ്റൻസിൽ തന്നെ നമ്മൾ സ്റ്റേ ചെയ്യാനുള്ള പ്രോപ്പർട്ടി ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ്, ഈ കാണുന്നതാണ് നമ്മൾ സ്റ്റേ ചെയ്ത പ്രോപ്പർട്ടി. ഇതിൽ ഫസ്റ്റ് ഫ്ലോറാണ് നമ്മൾ യൂസ് ചെയ്തത്. 2 bedroom, അറ്റാച്ച്ഡ് ബാത്റൂം, നല്ല ക്ലീനും എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒക്കെ ആയിരുന്നു. കാരണം ഇത് ഓഫ് സീസൺ ആയതുകൊണ്ട് തന്നെ അധികം റേറ്റും ആയില്ല. ഞങ്ങൾ ഇത്രയും പേർക്ക് അത്യാവശ്യം നല്ല ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്റ്റേ തന്നെയായിരുന്നു അത്. പിന്നെ എല്ലാവരും ടയേർഡായതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് പിന്നെ 1-2 റീലൊക്കെ ഷൂട്ട് ചെയ്തു. അതാണ് നിങ്ങൾ ഈ കാണുന്നത്. അത് കഴിഞ്ഞൊരു വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും നമ്മളത് പയ്യെ ബീച്ചിലേക്ക് പോകാനായിട്ട് നടക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ വാക്കബിൾ ഡിസ്റ്റൻസിൽ തന്നെയായിരുന്നു നമ്മൾ സ്റ്റേ ചെയ്ത സ്ഥലം. വർക്കല എന്തുകൊണ്ടാണ് മിനി ഗോവ എന്ന് വിളിക്കുന്നതെന്ന് ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ മനസ്സിലായത്. കാരണം ഗോവയിൽ ഓൾറെഡി പോയിട്ടുള്ളത് കൊണ്ട് തന്നെ അവിടുത്തെ വൈബും കാര്യങ്ങളും അറിയാം. എക്സാക്ട്ലി അതുപോലെ തന്നെ ഉണ്ടായിരുന്നു ഈവൻ വർക്കല പോയപ്പോൾ. അവിടുത്തെ ആ വ്യൂ ആണെങ്കിലും ഈ ബീച്ചിലേക്ക് പോകുന്ന വഴിയിലുള്ള സ്റ്റോറും ഈ ഡ്രസ്സും ഒക്കെ ഹാങ് ചെയ്തേക്കുന്നതൊക്കെ ആണെങ്കിലും എല്ലാം ഒരു ടിപ്പിക്കൽ ഒരു ഗോവൻ വൈബ് തന്നെയായിരുന്നു. നമ്മളിവിടെ ബീച്ചിൽ അത്യാവശ്യം നല്ലൊരു ടൈം സ്പെൻഡ് ചെയ്തു. കാരണം വേവ്സിലൊക്കെ ഇറങ്ങി ഫുള്ള് വെള്ളത്തിൽ. ലാസ്റ്റ് ലൈഫ് ഗാർഡ് വന്ന് വാണിംഗ് തരുന്ന വരെ നമ്മൾ നല്ല ഇരുട്ടായി അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ. അതൊന്നും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല, കാരണം വെള്ളത്തിലിറങ്ങിയോണ്ട് ഫോണൊക്കെ ഞങ്ങൾ മാറ്റി വെച്ചേക്കായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ റൂമിലൊക്കെ പോയി ഫ്രഷൊക്കെ ആയിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ ഇറങ്ങി. പക്ഷേ ഇവിടെ ആകെ ഉണ്ടായിരുന്നൊരു നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫുഡ് കിട്ടണമെങ്കിൽ കുറച്ച് പാടായിരുന്നു. ഈവൻ നമ്മൾ ഓർഡർ ചെയ്യാൻ നോക്കിയപ്പോഴും നല്ല ഡിലേ ആയിരുന്നു. പിന്നെ കുറേ നടക്കേണ്ടി വന്നു. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലെന്ന് തോന്നിയൊരു റെസ്റ്റോറൻറ്റിൽ നിന്ന് നമ്മൾ ഫുഡ് വാങ്ങിച്ചു. അതും ഭയങ്കര ലിമിറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻസേ ഉള്ളായിരുന്നു. അങ്ങനെ ഫൈനലി വർക്കല ട്രിപ്പ് സക്സസ്ഫുൾ ആയിട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. വർക്കലയിൽ നിന്നായിരുന്നു ട്രെയിന്. സോ എല്ലാവരും നല്ലോണം എൻജോയ് ചെയ്തു ആസ് യൂഷ്വൽ. ഇതാണ് നമ്മുടെ ട്രിപ്പ് ഓർഗനൈസർ.
ഗൈഡ് കം ഓർഗനൈസർ കം പിന്നെന്താണ് ഡ്രൈവർ കം ഓൾ ഇൻ ഓൾ. ഒരു ഹായ് പറയൂ. ഫോട്ടോ ആണോ? ആദർശയുടെ മൈഡിപ്പോളുടെ ഇങ്ങനെ നിൽക്കുന്നത്.